ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാമത്തെ വാക്യം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു, ഭാരിക്കുമോ. ബെത്ലഹേമിൽ ക്രിസ്തുവിൻ്റെ ജനനം നടന്ന കാലിത്തൊഴുത്ത്, 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു ജനിച്ച ആ കാലിത്തൊഴുത്ത്, അത് ഇന്നൊരു വലിയ ദേവാലയമാണ്. ബസിലിക്ക ഓഫ് നേറ്റിവിറ്റി എന്നറിയപ്പെടുന്ന ഒരു ബസിലിക്ക ദേവാലയം. എന്നാൽ ആ മനോഹരമായ ഉയരത്തിൽ നിൽക്കുന്ന ആ ദേവാലയത്തിൻ്റെ വാതിൽ കാണുമ്പോൾ നമ്മളൊന്ന് ആശ്ചര്യപ്പെടും. വളരെ ചെറിയൊരു വാതിൽ, നമ്മുടെ അരയ്ക്കൊപ്പമുള്ള ഒരു വാതിൽ. എന്തുകൊണ്ടായിരിക്കാം ആ ദേവാലയത്തിൻ്റെ ആ വാതിൽ അത്രയും ചെറുതായത് എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ നമ്മുടെ ഗൈഡ് പറയും, ഈ വാതിലിനൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ വാതിലിൻ്റെ പേര് തന്നെ ഡോർ ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ്, വിനയത്തിൻ്റെ വാതിൽ. നമ്മൾ നമ്മുടെ എല്ലാ അഹന്തയും, നമ്മുടെ എല്ലാ ഞാനെന്ന ഭാവവും ഉപേക്ഷിച്ചല്ലാതെ, വിനയവും താഴ്മയുമുള്ള ഹൃദയത്തോടെ അല്ലാതെ ആ വാതിലിലൂടെ ഞാൻ ജനിച്ചു വീണ കാലിത്തൊഴുത്തിലേക്ക് നീ പ്രവേശിക്കേണ്ട എന്നൊരു പക്ഷേ ക്രിസ്തു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം. മുട്ടുകൾ മടക്കാതെ നിവർന്ന് നിന്ന് നമുക്ക് ആർക്കും ആ വാതിലിലൂടെ ദൈവത്തിൻ്റെ ജന്മ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. ഇവിടെ ഇന്നത്തെ ഈ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ് ക്രിസ്തു പറയുന്നത്. ക്രിസ്തു പറയുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാകുന്നു എന്ന്. ഒരൊട്ടകം ഒരു സൂചിയുടെ അറ്റത്തിലുള്ള കുഴയിലൂടെ ഒരിക്കലും കടക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സൂചിയുടെ കണ്ണിലൂടെ ഒരു നൂൽ കടത്താൻ നമ്മളടുത്തെങ്ങാനും ശ്രമിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ചിലപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ തോറ്റുപോകുന്നത്. അതും ഒരു നൂൽ കോർക്കുക എന്നുള്ളതും ഒരു വയസ്സ് ചെല്ലുന്തോറും ഒരു പ്രയാസമുള്ളൊരു സംഗതിയാണ്. എന്തുകൊണ്ടായിരിക്കാം ക്രിസ്തു ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞത്? ഈ ലോകത്തിൻ്റേതായ മോഹങ്ങളിലും ആഗ്രഹങ്ങളിലും ചെറുതും വലുതുമായ നമ്മുടെ ദൈവം തന്ന നമ്മുടെ സമ്പത്തിലും നമ്മൾ ആശ്രയം വെച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ആ അവസരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് ഒരിക്കലും ആ സൂചിക്കുഴയിലൂടെ നമുക്ക് കടക്കുവാൻ സാധിക്കാതെ വരുന്നത്. ഒരു ചെറിയ കവാടം അവിടെയുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരവസരം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ ചെറിയ കവാടത്തിലൂടെ നമുക്ക് കടക്കുവാൻ സാധിക്കണം. നമുക്കറിയാം, കുറച്ച് മുൻപ് നമ്മൾ വായിക്കുന്നുണ്ട്, ദൂരെ നിന്നിരുന്ന ഒരു നികുതി പിരിവുകാരൻ സ്വർഗത്തിലേക്ക് കണ്ണ് ഉയർത്തുക പോലും ചെയ്യാതെ അവൻ്റെ നെഞ്ചിൽ തല്ലി, ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ, ഞാനൊരു പാപിയാവുന്നു എന്ന അത്യുച്ചത്തിൽ പൂർണ്ണമായും തന്നെ സമർപ്പിച്ച് ദൈവകൃപയ്ക്കായി ആശ്രയിക്കുന്ന ആ പിരിവുകാരൻ, ആ നികുതി പിരിവുകാരൻ, ആ നികുതി പിരിവുകാരൻ്റെ മനോഭാവത്തോടെ നമുക്കുള്ളതെല്ലാം ചെറുതും വലുതും എല്ലാം ദൈവം തന്നതാണ്, അത് ദൈവത്തിൻ്റേതാണ്, ഞാൻ ഒരു വെറും മണ്ണാകുന്ന മനുഷ്യനാണ്, ഒരു ദിവസം ദൈവത്തിൻ്റേതായ ദിവസം ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ കർത്തൃ സന്നിധിയിലേക്ക് ചെല്ലേണ്ടവനാണ് എന്ന ഒരു എളിമയുള്ള മനോഭാവത്തോടെ ആ ഒരു ചെറിയ കവാടത്തിലൂടെ കടക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം. പരിപൂർണ സമർപ്പണത്തോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ, എന്നും എളിമയോടെ ജീവിക്കുവാൻ ശ്രമിച്ച് ആ ഇടുങ്ങിയ ചെറിയ വിനയത്തിൻ്റെ വാതിലിലൂടെ നമുക്ക് കടന്ന് അവനെ കാണുവാൻ സാധിക്കണം. ആ ആഗ്രഹത്തോടെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.